പല സീനുകളിലും ചെറിയ ചെറിയ ഡീറ്റെയിലുകൾ കൊണ്ടുവരുന്നതാണ് സുഭാഷ് കെ രാജിന്റെ സംവിധാനത്തിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആരും സഹായിക്കാനില്ലാത്തൊരു സ്ത്രീയെ നില പടത്തിന്റെ തുടക്കത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സീക്വൻസ് പടത്തിലുണ്ട്. ആക്ഷൻ വരുന്ന ആ സീനിൽ നിലയുടെ എൻട്രി സുഭാഷ് കാണിച്ചിട്ടുള്ള രീതി വളരെ വ്യത്യസ്തമായിരുന്നു. ആ സീനിലെ കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുള്ള രീതിയിലായിരുന്നു ആ ഒരു എൻട്രി. ഡയലോഗുകളിലൂടെ കൊണ്ടുവരുന്ന ചില സെറ്റപ്പുകൾക്ക് ഒന്നിലധികം പേ ഓഫ് കൊടുത്തുകൊണ്ട് ഫെമിലിയർ ആയിട്ടുള്ള സീനുകളെയും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആക്ഷൻ ബ്ലോക്കുകളാണ് ഈ സിനിമയിലുള്ളത്. സ്പീഡ് റാമ്പിംഗ് വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ട് അടികളുടെയൊക്കെ ഇമ്പാക്ട് തിയേറ്റർ എക്സ്പീരിയൻസിൽ മികച്ചതാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ തന്റെ യൂഷ്വൽ സ്റ്റൈലിൽ നിന്ന് സ്വല്പം മാറിയിട്ടുള്ള മ്യൂസിക് ആണ് രവി ബസ്രൂർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു രവി ബസ്രൂർ മ്യൂസിക് കരിപുരണ്ടതല്ലാത്ത കളർഫുൾ ആയിട്ടുള്ള വിഷ്വലിൽ കാണാൻ സാധിച്ചത് ഒരു വെറൈറ്റി ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സിനിമയുടെ അവസാനത്തേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. നില എന്ന കഥാപാത്രം ഒരു ഗ്രാമത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഒരു പ്രഭാഷണമൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ കൂടെ കയറി വരുന്ന വൈക്കം വിജയലക്ഷ്മി പാടിയ ഒരു പാട്ട് ഒരു പരിധിവരെ സിനിമ അത്രയും നേരം ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ആക്ഷൻ മൂഡിനെ ഇല്ലാതാക്കുന്നുണ്ട്.